ഹലോ എവ്രി വൺ, നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ ബോക്സും ബോർഡും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം പ്രൈസ് നോക്കിയിട്ട് പാക്കേജിങ് സിമ്പെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ നിന്നാണ് ഇതൊക്കെ വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ ലിറ്റിൽ ഹെൽപ്പർ ക്ലാസ്സിൽ പോയിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ സഹായത്തിനാണെന്ന് പറഞ്ഞിട്ട് ഓടി വന്നേനെ. ഇനി നമുക്ക് കേക്കിൻ്റെ വിശേഷത്തിലേക്ക് പോയാലോ. ഈ കേക്കിൻ്റെ ഓർഡറിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതെന്താണ് അപ്പോൾ അങ്ങനെ ഒരു ടോക്ക്? എല്ലാ കേക്കിൻ്റെ ഓർഡേഴ്സും ഒരുപോലെ തന്നെയല്ലേ എന്നല്ലേ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്? അത് ശരിയാണ് കേട്ടോ. എനിക്ക് വരുന്ന എല്ലാ കേക്ക് ഓർഡേഴ്സും എൻ്റെ എല്ലാ കസ്റ്റമേഴ്സും എനിക്ക് ഒരുപോലെ സ്പെഷ്യലാണ്. പിന്നെ ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ കേക്കിൻ്റെ റീൽസൊക്കെ കണ്ട് ക്രേവിങ്സ് കൊണ്ടിട്ട് പ്രത്യേകിച്ച് ഓരോ ഒക്കേഷനും വേണ്ടിയിട്ടല്ലാതെ ചുമ്മാ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓർഡർ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ പറ, ഇത് സ്പെഷ്യൽ ഓർഡർ തന്നെയല്ലേ? നമ്മുടെ ഒരു പുതിയ കസ്റ്റമറാണ് കേട്ടോ ആൾ. ഞാൻ മലയാളി അസോസിയേഷൻ്റെ സ്പോർട്സ് മീറ്റിന് പോയപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട് വർത്താനം പറയുന്നത്. എൻ്റെ റീൽസിനെ പറ്റിയും കേക്കിനെ പറ്റിയൊക്കെ ഒത്തിരി നേരം സംസാരിച്ചായിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് നമ്പറൊക്കെ വാങ്ങിയിട്ട് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു പിസ്ത ഫ്ലേവറിൽ കേക്ക് ചെയ്ത് തരാമോ, സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു ഗ്രീൻ ഡിസൈനിൽ ചെയ്താൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ പറഞ്ഞ പോലെ തന്നെ ഒരു സിമ്പിൾ ഗ്രീൻ ഡിസൈനിൽ നമ്മൾ കേക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫീഡ്ബാക്കും തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കുഞ്ഞു മോനുണ്ടായിരുന്നേ, അവൻ എനിക്ക് മെസ്സേജ് ഇട്ടേക്കുക, ആൻറ്റിയുടെ കേക്ക് സൂപ്പറായി, അമ്മിയാന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ പരം എനിക്ക് വേറെ എന്താ വേണ്ടത്? അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഫോർ നൗ.